ഹലോ ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഞണ്ടുകറി റെസിപ്പിയാണ്. അപ്പോൾ ഈ ഞണ്ടുകറി റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം ചട്ടി വെച്ച് അതിനകത്തോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക. കടുകിട്ട് നല്ല രീതിയിൽ പൊട്ടിക്കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്കിടാം. വേണേൽ ചതച്ച് വേണമെങ്കിലും ഇടാം, അല്ലാതെ വേണമെങ്കിലും ഇടാം. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ച കുത്ത് മാറണം. അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ റെസിപ്പി എങ്ങനെയാണെന്ന്. അതിനുശേഷം നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേനും ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് നല്ല രീതിയിൽ വഴറ്റണം. അതിനകത്ത് ശകല ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് നമുക്ക് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. കറിവേപ്പിലയൊക്കെ ഇട്ട് വഴറ്റി നല്ല രീതിയിൽ വഴണ്ട് വന്ന് കഴിയുമ്പോൾ നമുക്ക് അടുത്ത സ്റ്റേജിലോട്ട് പോകാം. ഇപ്പം ഞാനിട്ടത് കുറച്ച് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നതിലാണ് ഇത് ഇരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് അടിവശമൊക്കെ കയറി കരിഞ്ഞ് പിടിക്കും. എന്നിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി. ഞാൻ കുറച്ച് മല്ലിപ്പൊടി ആദ്യമേ ഇട്ടായിരുന്നു കേട്ടോ, അത് നിങ്ങളെ കാണിക്കാൻ വിട്ടുപോയി. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇത് 3 കൂടി ഇട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ മുളക് പൊടിയുടെ പച്ചമുളകൊക്കെ മാറുന്നത് വരെ നല്ല രീതിയിൽ ഇളക്കണം. അപ്പോൾ കുറേശ്ശെ ശകലം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ഒരു ചെറിയ ഗ്രേവി പോലെ ആക്കി കഴിയുമ്പോൾ എണ്ണ തെളിയും. ആ ഒരു സ്റ്റേജിലാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് മിക്സ് ചെയ്ത് വെക്കാം. ഞാൻ അതിലോട്ട് ഇപ്പോൾ ഒരു കോക്കനട്ട് പൗഡർ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കോക്കനട്ട് പൗഡർ കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് ചെറിയൊരു തിള വരാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് വേവിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ടെടുത്ത് നമുക്ക് ഇതിലോട്ടിടാം. കാരണം ഈ ഞണ്ട് ഇനിയും കുറച്ച് അധികം വേവൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് നല്ല രീതിയിൽ ഒന്ന് തിളച്ചാൽ മാത്രം മതി. കാരണം എല്ലാം ഉപ്പിട്ട് വേവിച്ച് കഴുകി വെച്ചേക്കുന്ന ഞണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, അങ്ങനെ തന്നെ ഇട്ടിട്ട് നമുക്ക് ഒരു 10 മിനിറ്റത്തെ കാര്യമുള്ളൂ. അപ്പം നമ്മൾ നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം കുറച്ച് എണ്ണ വേണമെങ്കിൽ മണ്ടേ ഇങ്ങനെ തൂകാം. അപ്പം ഇതാണ് ഇന്നത്തെ ഞണ്ട് കറി. നല്ല ടേസ്റ്റുള്ള ഞണ്ട് കറി. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ. ബൈ.